ശ്രീരാമന്റെ ജനനം ആഘോഷിക്കുന്ന ഉത്സവമാണ് രാമനവമി. ചൈത്രമാസത്തിലെ 9-ാം ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. ഈ ദിവസം വിശ്വാസികളെല്ലാവരും തന്നെ ഉപവാസമനുഷ്ഠിക്കുന്നു. 2024 രാമനവമിയാണ് ഇന്ന് കഴിഞ്ഞു പോയത്, അതായത് ഏപ്രിൽ 17-ാം തീയതി. ഈ വർഷത്തെ രാമനവമിക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള ആദ്യത്തെ രാമനവമി കൂടെയാണിത്. അതുകൊണ്ട് തന്നെ വിപുലമായ ആഘോഷങ്ങളാണ് അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഭാരതത്തിൽ ഉടനീളം ക്രമീകരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അയോധ്യയിലെ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആശംസകളും മറ്റും അറിയിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇലക്ഷൻ റാലിയിലാണ് അദ്ദേഹം കേരളത്തിലെ ഒരു ക്ഷേത്രം കേരളത്തിന്റെ അയോധ്യയാണെന്ന് പറഞ്ഞത്. ഏതാനും മാസങ്ങൾക്ക് മുന്നേയുള്ള കേരള സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ക്ഷേത്രം കൂടെയാണിത്. മറ്റെവിടെയുമല്ല, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലൂടെയാണ് ഈ വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്നത്. തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് തൃപ്രയാർ. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടുവെന്നും കേരളത്തിലുള്ള ഒരു മുക്കുവന് മീൻപിടുത്തത്തിനിടെ അത് ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം. വാമനാവതാരം കൈക്കൊണ്ട മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലെത്തി. അതുകണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തുന്നു. ആ തീർത്ഥമൊഴുകി ഭൂമിയിലും വീഴുന്നു. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പതയാറും ലോപിച്ച് തൃപ്രയാറും ആയെന്നാണ് വിശ്വാസം. തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായി എത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതെയായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായി മാറി എന്നുമൊരു ഐതിഹ്യമുണ്ട്. ഗരാസുരനെ നിഗ്രഹിച്ച ശേഷം ലക്ഷ്മി സമേതനായി നിൽക്കുന്ന ചതുർബാഹുവായ ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തൃപ്രയാറപ്പൻ എന്നും തൃപ്രയാർ തേവർ എന്നും അറിയപ്പെടുന്ന 6 അടിയുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് മറ്റു ശ്രീരാമ വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യാസങ്ങളുമുണ്ട്. തൃപ്രയാർ തേവരുടെ രൂപം ചതുർഭുജ വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. 4 കൈകളിലൊന്നിൽ ശംഖും മറ്റൊന്നിൽ സുദർശനവും മൂന്നാമത്തേതിൽ വില്ലും ഇനിയുള്ളതിൽ ഒരു മാലയും കാണാനാവും. ഈ വിഗ്രഹത്തിന് ശൈവ ചൈതന്യവും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഗ്രഹത്തിന്റെ ഒരു കൈയിൽ കാണപ്പെടുന്ന മാല ബ്രഹ്മചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു. ആ അർത്ഥത്തിൽ ത്രിമൂർത്തിഭാവത്തിന്റെ ഒരു പ്രതീകം കൂടെയാണ് തൃപ്രയാർ തേവർ. തൃപ്രയാറപ്പന്റെ വിഗ്രഹത്തിന് കാലപ്പഴക്കം കൊണ്ട് പല കോട്ടങ്ങളും തട്ടിയിരുന്നതിനാൽ പുനഃപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ ഭഗവാൻ അത് ഇഷ്ടമില്ല എന്നാണ് തെളിഞ്ഞത്. അതിനാൽ പഞ്ചലോഹത്തിൽ തീർത്ത ഒരു ആവരണം പഴയ വിഗ്രഹത്തിന് ചാർത്തുകയാണ് പിന്നീട് ചെയ്തത്. ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ഗോശാലകൃഷ്ണൻ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതമാർ. ധാരാളം മരപ്പണികളും കൊത്തുപണികളുമുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനു ചുറ്റും രാമായണ കഥയിലെ പല സന്ദർഭങ്ങളും ജീവൻ തുടിക്കുന്ന രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടത് ദർശിക്കാം. ദക്ഷിണാമൂർത്തിക്ക് മുൻപിലുള്ള കെടാവിളക്കും ക്ഷേത്രത്തിനു മുൻപിലൂടെ സ്വച്ഛമായി ഒഴുകുന്ന തൃപ്രയാറും ഇവിടുത്തെ മറ്റു സവിശേഷതയാണ്. വൃശ്ചികത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി ഉത്സവം സവിശേഷവുമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 4 അമ്പലങ്ങളിൽ ഒന്നുകൂടെയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമനെ ഉഗ്രഭാവത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇവിടം വിശ്വാസികളുടെ പ്രിയ കേന്ദ്രം കൂടിയാണ്. കർക്കിടക മാസത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നു. മര്യാദാ പുരുഷോത്തമൻ എന്ന് കീർത്തികേട്ട രാമനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഖര, ദൂഷണ, ത്രിശിരസ്സുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു വിഷ്ണു രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്കിടയിൽ പലതരത്തിലുള്ള കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് ടിപ്പുവിന്റെ പ്രസിദ്ധമായ പടയോട്ടത്തിൽ അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലും എത്തുന്നു. ആ സമയം ഇവിടെ വെടിവഴിപാട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു. ഇതറിയാതെ കാര്യം തിരക്കിയ ടിപ്പു വെടിവഴിപാടിനെക്കുറിച്ച് അറിയുകയും പിന്നീട് ക്ഷേത്രം തകർക്കുവാനായി കതിനകളെല്ലാം കൊണ്ടുപോയി പുഴയിലെറിയുകയും ചെയ്യുന്നു. തേവർക്ക് എന്തെങ്കിലും തരത്തിൽ ശക്തിയുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടന്ന് കതിനകൾ പൊട്ടട്ടെ എന്ന് പറഞ്ഞ് അരിശം തീർത്ത ടിപ്പുവിനെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കതിനകൾ വെള്ളത്തിൽ കിടന്ന് പൊട്ടുവാൻ തുടങ്ങുന്നു. തുടർന്ന് അപമാനിതനായ ടിപ്പു അവിടം ഉപേക്ഷിച്ച് പോയെന്നാണ് കഥ. വിഷ്ണു ക്ഷേത്രത്തിൽ അത്യപൂർവമായ വെടിക്കെട്ട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾക്കും ശബ്ദ തടസ്സം മാറുവാനുമെല്ലാം വെടിവഴിപാട് നടത്തിയാൽ മതിയെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രമായാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടുത്തെ ആദ്യ പ്രതിഷ്ഠ ശാസ്താവാണെന്നൊരു ഐതിഹ്യം നിലനിൽപ്പുണ്ട്.
ലോകത്ത് എവിടെയൊക്കെ ശ്രീരാമക്ഷേത്രങ്ങളുണ്ടോ അവിടെയൊന്നും തന്നെ ഇല്ലാത്ത ഒരു ആചാരമാണ് ശ്രീരാമൻ ചിറയിലെ സേതുബന്ധനം എന്ന ആചാരം. സീതാദേവിയെ മോചിപ്പിക്കാൻ ശ്രീരാമ ഭഗവാൻ ലങ്കയിൽ നിന്ന് രാമേശ്വരത്തേക്ക് ചിറകെട്ടിയതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. ചെമ്മപ്പള്ളിയിലെ ഒരു പാടശേഖരമാണ് ശ്രീരാമൻ ചിറ എന്നറിയപ്പെടുന്നത്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ചിറകെട്ടൽ ചടങ്ങ് നടക്കുന്നതിലാണ് ഈ പാടശേഖരത്തിന് ശ്രീരാമൻ ചിറ എന്ന പേര് ലഭിച്ചത്. കന്നിമാസത്തിലെ തിരുവോണം നാളിലാണ് ഇവിടെ ചിറകെട്ടൽ എന്ന ആചാരം നടക്കാറുള്ളത്. ചിറകെട്ടോണമെന്നും ആളുകൾ ഈ ആചാരത്തെ വിളിക്കുന്നു. മീനൂട്ട് വഴിപാടായി നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടെയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന് മുൻപിലൂടെയുള്ള പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടാനുള്ള ഈ വഴിപാട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നത് വഴി തേവരെ പ്രീതിപ്പെടുത്താമെന്നുമാണ് വിശ്വാസം. ആസ്മ രോഗികൾക്ക് ഈ വഴിപാട് ചെയ്യുന്നത് ഗുണകരമാണെന്ന് പറയപ്പെടുന്നു. ഇതിനു പുറമെ തന്നെ പാൽപ്പായസവും ചന്ദനച്ചാർത്തും മറ്റർച്ചനകളും പ്രധാന വഴിപാടായി നടത്താൻ സാധിക്കും.